വൺ കോളേജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റുന്ന കോളേജാണ് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFന്റെ 2024 റാങ്കിംഗ് പ്രകാരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കോളേജ്, ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള കോളേജ് എന്ന് പറയുന്നത് ഹിന്ദു കോളേജാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. എങ്ങനെയാണ് ഹിന്ദു കോളേജ് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുക? ഹിന്ദു കോളേജിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഹിന്ദു കോളേജിലേക്ക് CUT വഴി നിങ്ങൾക്ക് ഏത് രീതിയിൽ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും? പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഹിന്ദു കോളേജ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. കോൺസ്റ്റന്റ് കോളേജ് ഓഫ് DU. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജാണ്. വളരെ ഹിസ്റ്ററി ഉള്ള ഒരു കോളേജ് കൂടിയാണ്. 1899 സ്ഥാപിതമായിട്ടുള്ള ഒരു കോളേജാണ് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ലെഗസി അവകാശപ്പെടുന്ന ഒരു കോളേജ് കൂടിയാണ്. സ്റ്റാർ കോളേജ് ഈ പറയുന്ന പോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ബൈ മിനിസ്റ്റർ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. A+ ഗ്രേഡ് ആണ് നാക്കിലുള്ളത്. ഫസ്റ്റ് അണ്ടർ ദ കോളേജ് കാറ്റഗറി ബൈ NIRF 2024. ഫസ്റ്റ് ഫോർ BSc ബൈ ഇന്ത്യ ടുഡേ, സെക്കൻഡ് ബൈ ഇന്ത്യ ടുഡേ ഫോർ BCom. BComൽ ഇന്ത്യ ടുഡേ ഫസ്റ്റ് കോളേജ് എന്നുള്ള സ്വഭാവത്തിൽ പറയുന്നതാണ്. BScയിൽ, BComൽ ഈ പറയുന്ന പോലെ സെക്കൻഡ് എന്നുള്ള രീതിയിൽ പറയുന്നതാണ് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബോത്ത് ഹിന്ദു കോളേജ് ഫോർ ഓൾ കോഴ്സസ് ഇറ്റ് ഇസ് വെരി ഗുഡ് എന്നതാണ്. 1899 തന്നെ ലൈബ്രറി സെറ്റപ്പ് ഇട്ടുണ്ട്. ഓൾഡസ്റ്റ് കോളേജ് ലൈബ്രറീസ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫോർ ഗേൾസ് ആൻഡ് ബോയ്സിനുണ്ട്. നിങ്ങൾക്ക് സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ട്, ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉണ്ട്, ചെസ്, ടേബിൾ ടെന്നീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലാബ്, കമ്പ്യൂട്ടർ ലാബ്, മെറ്റീരിയൽ സയൻസ് ലാബ്, മോളിക്കുലർ ഇമ്മ്യൂണോളജി ലാബ് തുടങ്ങിയിട്ടുള്ള കഫറ്റീരിയ, ജിമ്മ്, വൈഫൈ, ക്യാമ്പസ്, ഹോസ്പിറ്റൽ, എല്ലാവിധ ഫെസിലിറ്റിയുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട അലൂമിനി ഗൗതം ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റർ, അതുപോലെ തന്നെ വിനോദ് റായ് 11th CAG കൺട്രോളർ ഓഡിറ്റർ ജനറൽ ആയിരുന്നു. തബു തെയ്ദ് ഓർഡറൊക്കെ എന്താണ് ഈ എഴുത്തുകാരൻ, അദ്ദേഹമൊക്കെ ഇവിടുത്തെ നോട്ടബിൾ അലൂമിനീസ് ആണ്. ഈ പറയുന്ന പോലെ ഹിന്ദു കോളേജിലെ ടോപ്പ് 5 കോഴ്സുകൾ നമുക്ക് ഹിന്ദു കോളേജിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ BA ഓണേഴ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ BCom ഓണേഴ്സ്, BSc ഓണേഴ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, BA ഓണേഴ്സ് ഇൻ എക്കണോമിക്സ്, BSc ഓണേഴ്സ് ഇൻ സുവോളജി തുടങ്ങിയിട്ടുള്ളതാണ് ടോപ്പ് 5 കോഴ്സസ് എന്നുള്ളത് ഹിന്ദു കോളേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങളൊരു കോഴ്സ് പ്രിഫറൻസ് കൊടുക്കുന്ന സമയത്ത് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ BA പൊളിറ്റിക്കൽ സയൻസ് ഒന്നും നോക്കേണ്ടതില്ല, ഹിന്ദു കോളേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ടോപ്പ് പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് ആണ് പൊളിറ്റിക്കൽ സയൻസിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു പ്ലേസ്മെന്റ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ 2023 ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് 36.5 lakh per annum ആണ്. ഹയസ്റ്റ് പാക്കേജ് ഓഫ് 2022 എന്ന് പറയുന്നത് 26 lakh per annum ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് കമ്പനി 150-ലധികം കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് ആണ് ഹിന്ദു കോളേജിൽ ഉണ്ടാവാറുള്ളത്. നമ്പർ ഓഫ് റിക്രൂട്ടേഴ്സ് എന്ന് പറയുന്നത് 95% ഇൻക്രീസ് ആണുള്ളത്. വളരെ പ്രധാനപ്പെട്ട കമ്പനീസ് മെക്കൻസി, ന്യൂമൂറ, ട്രിയോളജി, പ്രൈവറ്റ് കമ്പനി, ഗാർഡനർ, ഡാൽബർഗ്, ബാർക്ലേസ് തുടങ്ങിയിട്ടൊക്കെയുള്ള ഇന്ത്യയിലെയും അതുപോലെ തന്നെ ലോകത്തെയും പ്രധാനമായിട്ടുള്ള ടോപ്പ് മോസ്റ്റ് കമ്പനികൾ വന്നിട്ട് ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടി പ്ലേസ്മെന്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറയുന്നത്. സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ ആളുകൾക്ക് 36% ആളുകളും കൺസൾട്ടിംഗ് സെക്ടറിലേക്കും, 40% ആളുകൾ ഫിനാൻസ് ആൻഡ് ഡാറ്റ സെക്ടറിലേക്കും, 23.8% ആളുകൾ HR ആൻഡ് മാനേജ്മെന്റ് സെക്ടറിലേക്കുമാണ് എന്ത് ചെയ്യുന്നത് പ്ലേസ്മെന്റ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ക്യാമ്പസ് കൂടിയാണ് ഹിന്ദു കോളേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് CUTയിൽ നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ പ്രിഫർ ചെയ്യുന്ന സമയത്ത് ഹിന്ദു കോളേജിൽ മുഖ്യ പ്രയോറിറ്റി കൊടുക്കണം. നോർത്ത് ക്യാമ്പസിൽ വന്ന് വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ റെഡ് ബ്രിക്സ് ക്യാമ്പസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. കൂടുതൽ എന്തെങ്കിലും ഹിന്ദു കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.